അടുത്ത വ്യക്തിയെ ഒരുക്കുന്ന ശുശ്രൂഷ. 2 തിമോഥെയോസ് 4:5 എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു ആഹ്വാനം പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിലൂടെ നൽകുന്നു. തടവറയിൽ അവസാന നാളുകൾ കാത്തുകിടക്കുന്ന ആ ക്രിസ്തുഭക്തൻ തന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ തന്നിൽ അവസാനിക്കാതെ തനിക്ക് ശേഷം അടുത്ത വ്യക്തിയെ ഒരുക്കുവാൻ ബന്ധപ്പെടുന്നതായി കാണാം. നീ നിർമ്മല മനസ്സുള്ളവനും കഷ്ടം സഹിക്കുന്നവനും ആകണം എന്ന് തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു. ഒരു സുവിശേഷകൻ്റെ പ്രവൃത്തി നിന്നിൽ നിന്നും ഉളവാകണം എന്നാണ് പറയുന്നത്. അതായത് ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്ത ഒരുവൻ സുവിശേഷകൻ ആയിരിക്കണം. മറ്റുള്ളവരെ നോക്കാതെ നീ നിന്റെ ശുശ്രൂഷ നിറപടിയായി ചെയ്യണം. ഒരു ആയുസ്സിൽ ദൈവം നൽകിയ നാളുകൾ മുഴുവൻ കർത്താവിനായി പോരാടിയ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതം കാണിച്ചുകൊണ്ട് അടുത്ത സുവിശേഷകനെ എഴുന്നേൽപ്പിക്കുന്നു. തൻ്റെ മരണസമയത്തെക്കുറിച്ച് വെളിപ്പാട് ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലന് ലഭിച്ചിരിക്കാം. തനിക്ക് ദൈവം തന്ന ചുരുങ്ങിയ ചില ദിനങ്ങൾ കൊണ്ട് വേറൊരു സുവിശേഷകനെ താൻ ചുമതലപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് എത്ര പേരാണ് തങ്ങൾക്ക് ശേഷം അടുത്ത ഒരു തലമുറയെ ദൈവിക ദൗത്യം ഏൽപ്പിക്കുന്നത്? സ്വജനപക്ഷപാതവും വ്യക്തികളുടെ നിലവാരം നോക്കി ഉയർത്തിയും ചവിട്ടിത്താഴ്ത്തിയും മുന്നോട്ട് പോകുന്നു. ക്രിസ്തീയ ശുശ്രൂഷ ആരെയും തളർത്തുന്ന ശുശ്രൂഷയല്ല, വളർത്തുന്ന ശുശ്രൂഷയാണ്.